നമസ്കാരം കുട്ടികളെ, നമ്മൾ ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും വെയിറ്റേജ് ഉള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു പ്രോബ്ലം, സ്ഥിരമായിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. പലർക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ വേയിൽ നമ്മൾ ഇന്നത് പ്രസന്റ് ചെയ്യണം. ആ ടോപ്പിക് എന്താണെന്ന് നമുക്ക് നോക്കാം. എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. Empirical formula, that is EF, and molecular formula MF. നമുക്ക് നോക്കാം എന്താണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും. ഇപ്പൊ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുകയാണ്, H2O2. H2O2 എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ H2O2 നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? അതിനുള്ള എലമെന്റ്സ് ഒക്കെ അവിടെ വേണം, അവരുടെ റേഷ്യോ സെയിം ആയിരിക്കണം. പക്ഷെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? H2O2 എന്ന് പറയുന്നത് നമുക്കറിയാം 1:1 അവരുടെ റേഷ്യോ അല്ലേ. അവ ഏറ്റവും ചുരുക്കത്തിൽ HO എന്ന് എഴുതാം. നമ്മൾ ചെറുപ്പത്തിൽ HO ഒക്കെ കളിച്ചോ 1:1 തന്നെയാണ്. പക്ഷെ ഏറ്റവും സിമ്പിളാണ്. ഇങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതോ ഇതതിന്റെ എക്സാക്ട് ഫോർമുലയാണ് അല്ലേ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഫോർമുല. അപ്പൊ എന്താണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും? ഒരു കോമ്പൗണ്ടിന്റെ എക്സാക്ട് ഫോർമുല, അതിനകത്തുള്ള എല്ലാ എലമെന്റ്സിന്റെ റേഷ്യോയും വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഫോർമുലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഫോർമുല. എന്നാൽ അതിനെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് എലമെന്റ്സിന്റെ റേഷ്യോ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. ഗ്ലൂക്കോസ് നമുക്കറിയാം C6H12O6 ആണ്. What is the molecular formula of glucose? This is the molecular formula. So what is the empirical formula of glucose? Empirical formula എന്ത് വരും? ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് CH2O. ക്ലിയർ ആയില്ലേ? അപ്പൊ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എന്താണ് എന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദി റിലേഷൻ ബിറ്റ്വീൻ മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുല. എന്താണ് മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള ബന്ധം? മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു N into empirical formula. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. സോ ദി ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് n? എന്താണ് n? n എന്ന് പറയുന്നത് മോളിക്കുലാർ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ്. മോളിക്കുലാർ ഫോർമുല മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? n കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഈ എംപിരിക്കൽ ഫോർമുല എങ്ങനെ കാണുക, മോളിക്കുലാർ ഫോർമുല എങ്ങനെ കാണുക എന്നുള്ളത് നമുക്ക് ഒരു പ്രോബ്ലം ഉപയോഗിച്ച് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കാം. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. An organic compound contains, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് 24.27% കാർബൺ ഉണ്ട്, 71.66% ക്ലോറിൻ ഉണ്ട്, 4.07% ഹൈഡ്രജൻ ഉണ്ട്. An organic compound contains 24.27% ഏതാണ് കാർബൺ, 71.66% ക്ലോറിൻ, 4.07% ഹൈഡ്രജൻ. ഇറ്റ്സ് മോളിക്കുലാർ മാസ് ആരുടെ? ഓർഗാനിക് കോമ്പൗണ്ടിന്റെ അല്ലേ. ഇറ്റ്സ് മോളിക്കുലാർ മാസ് ഈസ് 98.96. വാട്ട് ഈസ് ദ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു കോമ്പൗണ്ടിനകത്ത് എന്തുണ്ട്? 24.27% കാർബൺ ഉണ്ട്, 71.66% ക്ലോറിൻ ഉണ്ട്,
4.07% ഹൈഡ്രജൻ ഉണ്ട്. ആ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് 98.96 ആണ്. എംപിരിക്കൽ ഫോർമുലയായി മോളിക്കുലാർ ഫോർമുലയായി എന്താണ്? നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്ന എലമെന്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. കാർബൺ തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ ക്ലോറിൻ ഉണ്ട് അല്ലേ. ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഓർഡറിൽ എഴുതുന്നത്. അത് പലരും ചോദിക്കാറുണ്ട്, എന്താണ് സാർ ഇങ്ങനെ എഴുതുന്നത്, എനിക്ക് ആദ്യം ക്ലോറിൻ എഴുതിക്കൂടെ? നമുക്കറിയാം, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ആദ്യം വരുന്ന എലമെന്റ് കാർബൺ ആണ്, പിന്നെ ഹൈഡ്രജൻ ആണ്, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ എഴുതാൻ പാടും. ഇത് മൊത്തം നിങ്ങൾ കൂട്ടി നോക്കുക. 24.27, 71.66, 4.07 മൊത്തം 100% ഉണ്ടായിരിക്കും. മൊത്തം 100% ഉള്ള ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ ഞാനത് 100 ഗ്രാം ആയിട്ട് കൺസിഡർ ചെയ്യാം. ടോട്ടൽ ഗ്രാം ഇപ്പൊ എത്രയാണ്? 100 ഗ്രാം ആണ് അല്ലെ. ആ 100 ഗ്രാമിൽ കാർബൺ എത്ര ഗ്രാം ഉണ്ട്? കാർബൺ 24.27 ഗ്രാം ഉണ്ട്. ഹൈഡ്രജൻ 4.07 ഗ്രാം ഉണ്ട്. ക്ലോറിൻ 71.66 ഗ്രാം ഇല്ലേ. നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കാണാം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്പർ ഓഫ് മോൾസ് കാണുന്നത്. ഇവിടെ എലമെന്റാ തന്നിരിക്കുന്നത്. എലമെന്റ് തന്നാൽ എങ്ങനെയാ നമ്പർ ഓഫ് മോൾസ് കാണുക? മാസ് ബൈ മോളാർ മാസ് അല്ലേ. എത്രയാണോ മാസ് ബൈ മോളാർ മാസ്? 24.27 ഡിവൈഡഡ് ബൈ 12. കാരണം എലമെന്റ് ആണല്ലോ. എത്ര വരും? 2.02. ഇത് എത്ര വരും? 4.07 divided by hydrogen 1, that is equal to 4.07. ഇവിടെ 71.66 divided by chlorine 35.5, that is equal to 2.0. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ എല്ലാത്തിന്റെയും നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്മൾ ആദ്യം എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്തു, പിന്നെ 100% ഉള്ളത് കൊണ്ട് 100 ഗ്രാം ആയിട്ട് പരിഗണിച്ചു. 100 ഗ്രാമിൽ ഇത് ഇത്രയും ഗ്രാം ഉണ്ട്, ഇത് ഇത്രയും ഗ്രാം ഉണ്ട് ഒക്കെ കണ്ടുപിടിച്ചു. ദ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഓഫ് മോൾസ് എടുക്കുക. ഇതിൽ ഏതാ ഏറ്റവും ചെറിയ നമ്പർ ഓഫ് മോൾസ്? 2.01 ആണ് അല്ലേ. അതുകൊണ്ട് ബാക്കി നമ്പർ ഓഫ് മോൾസിനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ദ നമ്പർ ഓഫ് മോൾസ് with the least number. ഏറ്റവും ചെറിയ സംഖ്യ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എല്ലാ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ചെയ്യുക. That is 2.02 divided by 2.01 equal to approximately 1. Approximately ആണ് കേട്ടോ. 4.07 divided by 2.01 equal to approximately 2. 2.01 divided by 2.01 equal to exactly 1 അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എല്ലാത്തിനും നമ്പർ ഓഫ് മോൾസ് കണ്ടു. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഓഫ് മോൾ കൊണ്ട് ബാക്കിയുള്ള നമ്പർ ഓഫ് മോൾസ് എല്ലാത്തിനും ഡിവൈഡ് ചെയ്തു, അതിനെ അടക്കം. ഇപ്പൊ നിങ്ങളുടെ ഫോർമുല എന്താ? ഫോർമുല കണ്ടുകൊള്ളൂട്ടോ. നിങ്ങളുടെ എംപിരിക്കൽ ഫോർമുല, ഇത് നോക്കിയാൽ മനസ്സിലാവും. C1 ഒരു കാർബൺ ഉണ്ട്, H2 2 ഹൈഡ്രജൻ ഉണ്ട്, Cl1 ഒരു ക്ലോറിൻ ഉണ്ട്, CH2Cl. കെമിസ്ട്രി നമുക്കറിയാം, ഇവിടെ 1 എഴുതണ്ട. എംപിരിക്കൽ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എംപിരിക്കൽ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞെങ്കിൽ സ്വാഭാവികമായി നമുക്കിനി മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിച്ചുകൂടെ? മോളിക്കുലാർ ഫോർമുല നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്കറിയാം, മോളിക്കുലാർ ഫോർമുല കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മോളിക്കുലാർ ഫോർമുല കാണാനുള്ള ഇക്വേഷൻ? മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു n into empirical formula അല്ലേ. That is n equal to molecular formula mass തന്നിട്ടുണ്ട് 98.96 divided by empirical formula mass എത്രയാണ്? CH2Cl എന്ന് പറയുന്ന ഇതിൽ നിന്ന് നമുക്ക് empirical formula mass കണ്ടുപിടിച്ചൂടെ? 12 പ്ലസ് 2 പ്ലസ് 35.5 സമം 49.5.
49.5 ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2. ഒന്നുകൂടെ പറയാം. മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു n ന്റെ എംപിരിക്കൽ ഫോർമുലയാണ്. മോളിക്കുലാർ n നമുക്ക് n കാണാൻ എങ്ങനെ മോളിക്കുലാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ്. മോളിക്കുലാർ മാസ് ഇവിടെ തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. 12 2 35.5 സമം 45.5 49.5. അപ്പൊ n ഈക്വൽ ടു 2 ആയി. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. എന്താ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തു വരിക? മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു അല്ലേ, മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു 2 into CH2Cl. കാരണം മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു n into എംപിരിക്കൽ ഫോർമുല അല്ലേ, n into എംപിരിക്കൽ ഫോർമുല. ദാറ്റ് ഈസ് മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു 2 into എംപിരിക്കൽ ഫോർമുല CH2Cl. that is 2 into C2, 2 into H2, C4, Cl into 2, Cl2. This is the molecular formula. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ വെയിറ്റേജ്, ഏറ്റവും ഈ പാഠത്തിൽ വെയിറ്റേജ് ഉള്ള പ്രോബ്ലംസ് ഒന്നായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഈസി. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില ക്വസ്റ്റ്യനിൽ മോളിക്കുലാർ മാസ് തരില്ല. മോളിക്കുലാർ മാസിന് പകരം മറ്റൊരു പാരാമീറ്റർ തരും. ആ പാരാമീറ്ററിന്റെ പേര് വേപ്പർ ഡെൻസിറ്റി എന്നാണ്. അപ്പോൾ വേപ്പർ ഡെൻസിറ്റി തന്നാൽ നിങ്ങൾക്ക് മോളിക്കുലാർ മാസ് കാണാം. എങ്ങനെയാണ്? മോളിക്കുലാർ മാസ് ഈക്വൽ ടു വേപ്പർ ഡെൻസിറ്റി ഇൻറ്റു 2. ഈ ഒരു കാര്യം ഓർത്താൽ വേപ്പർ ഡെൻസിറ്റി എത്രയാണോ അതിന് 2 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് മോളിക്കുലാർ മാസ് കിട്ടും. Do you understand? So this is about empirical formula and molecular formula. മൊത്തം 100% ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് ചെയ്യുക. ഇത് മൊത്തം കൂട്ടുമ്പോൾ 100% ഉണ്ട്. ഇത് 100% ഇല്ലെങ്കിലോ, അപ്പൊ നിങ്ങൾ എല്ലാം കൂട്ടുമ്പോൾ കാർബൺ ഒരു 24, ഇതൊരു 4, ഇതൊരു 20 ആണെന്ന് വിചാരിക്കും. ജസ്റ്റ് ഇമാജിൻ 100% കുറവുണ്ടല്ലോ, ആ കുറവുള്ളയാൾ ഓക്സിജൻ ആയിരിക്കും. അപ്പൊ മൊത്തം 100 ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബാക്കി വരുന്ന സാധനം ഓക്സിജൻ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഇതെല്ലാം കൂട്ടുമ്പോൾ 80% ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ഓക്സിജൻ ഇവിടെ കൊടുത്തിട്ട് 20% എത്രയാണെങ്കിലും അത്ര. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി മച്ച് ക്ലിയർ. സോ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല ക്ലിയർ ആയിട്ടുണ്ട്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ കണ്ടുപിടിക്കും. Okay, bye.